തായ്ലൻഡിലെ ഒരു മ്യൂസിയം കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ എത്താറായപ്പോഴത്തേക്ക് മഴയാണ്. വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താകും എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബാങ്കോക്കിനടുത്തുള്ള സമുദ്രപ്രകാരം എന്ന് പറയുന്നൊരു പ്രൊവിൻസിലുള്ള മ്യൂസിയമാണ്. ഇത് കണ്ടോ, ആനയൊക്കെ നിൽക്കുന്നുണ്ടോ? നമ്മൾ ആ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇറവാൻ മ്യൂസിയം എന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്ത് അകത്തേക്ക് കയറിയാണ്. അപ്പം ഞങ്ങൾ പോയത് തൊട്ടടുത്ത് അതിൻ്റെ മെയിൻ എൻട്രൻസ് അല്ലായിരുന്നു, അതിന് കുറച്ച് ഇപ്പുറത്തൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേ കയറി ഞങ്ങൾ ദേ കണ്ടോ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഞാൻ ഷോട്ടിൽ ഇട്ട കണക്കതാ കണ്ടോ, ഈ പൂവാണ് നമ്മൾ അവിടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഞാൻ കണ്ടിട്ടുണ്ട്, വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു, എൻ്റെ ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ, അപ്പുറത്തെ എൻട്രൻസിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കുറച്ച് പ്രകൃതി രമണീയമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് എന്നിട്ട് ഒരാൾക്ക് 500 ബാത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കയറിയാണ്. ഇതാണ് എൻട്രൻസ്. അങ്ങനെ ഇതായി കണ്ടോ, 3 തലയുള്ളൊരു ആനയാണ് കേട്ടോ അത്. അവിടെ ചുറ്റും അതിൻ്റെ ചുറ്റിലും എവിടെ നോക്കിയാലും ഈ ആനകളാണ്. നമുക്ക് ഈ ആനകളുടെ അടിയിലൂടെ ഇങ്ങനെ നടന്നു പോകാം. ആനയുടെ അടിയിൽ കൂടെ നടക്കുമ്പോൾ ആന അലറുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ഓരോരുത്തർ പാസ് ചെയ്യുമ്പോഴും സൗണ്ടുണ്ട്. അങ്ങനെ ഇതാ കണ്ടോ, ആ മ്യൂസിയത്തിന് ചുറ്റും ഇങ്ങനെ ആനകളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചുറ്റിനും പ്രതിമകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും പ്രതിമകളാണ് ആനയുടെ. കണ്ടോ, നിരന്ന് അവിടെ എല്ലാം ഉണ്ട്. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നല്ല മനസ്സമാധാനം തരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ നിൽക്കാനൊക്കെ. ഷോട്ടിൽ കുറച്ചും കൂടെ നല്ല ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറാൻ പോവുകയാണ്. മ്യൂസിയത്തിന് ചുറ്റും ഇങ്ങനെ ആനയെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം ഓരോ പേര് എഴുതിയിട്ടുണ്ട്, ഓരോ ദൈവങ്ങളുടെ അങ്ങനെ എന്തോ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് വേണം കേട്ടോ അകത്തേക്ക് കയറാനായിട്ട്. 3 നിലയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു എമറാൾഡ് ബുദ്ധനെയൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടാണ്, പക്ഷേ അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അത് പിന്നെയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങളിത് സെക്കൻഡ് ഫ്ലോറിലാണ്. അതിലിങ്ങനെ ഈ തൂണൊക്കെ കണ്ടോ, ഈ കറുത്ത തൂൺ, അതെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രങ്ങളാണ് കുത്തി വെച്ചിരിക്കുന്നത്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടോ, ചൈനീസ് ദൈവങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്. ആ പില്ലറാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് സ്റ്റെയറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി. ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് നമ്മൾ ആ പുറമേ കാണുന്ന ആനയുടെ വയറിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ വയറിൻ്റെ അകത്താണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല ആനയുടെ കാലിൽ കൂടാണ് ആ സ്റ്റെയർ ഉണ്ടായിരുന്നതെന്ന്. പിന്നെയാണ് അതെനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പഴയ കാലത്തെ ഉണ്ട്, 10-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് അങ്ങനെ ഓരോ കാലത്തെയും ഈ ബുദ്ധൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്യാമറയിൽ പകർത്താൻ അവർ അനുവദിക്കത്തില്ല. അതൊക്കെ നേരി കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി ഇറങ്ങി. പക്ഷെ പ്രത്യേകിച്ച് ഈ ഒരു ഭംഗിയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു 500 ബാത്തിനുള്ള മുതലൊന്നും അതിൻ്റെ അകത്തില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പ്രാചീന കാലത്തെ വസ്തുക്കളാണ്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. കുറച്ച് പേര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന്. ഇവിടെ നമ്മുടെ ഗണപതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പോയി. അതൊന്നുമല്ല എനിക്ക് സന്തോഷമായത്, നമ്മുടെ ഇന്ത്യൻ സോങ്ങാണ് അവിടെ വെച്ചിരിക്കുന്ന ഗണപതിയുടെ പാട്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മെട്രോയുടെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് മെട്രോയിൽ വരാനാണെങ്കിലും പറ്റും. അപ്പം എല്ലാവർക്കും ബൈ.